കാലഘട്ടത്തിന്റെ ഇതിഹാസമാണ് ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ. ആ മടവൂർ ശൈഖുനയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ശൈഖുന തന്നെയാണ്. അക്കാലത്തെ ഔലിയാക്കന്മാര് തന്നെയാണ്. ശൈഖുനയുടെ സ്ഥാനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇടങ്ങാറുണ്ടില്ലേ? ഞാൻ അത്ഭുതപ്പെട്ടു പോയത് എന്താ പറയുക, ആ ചിറ്റന നീത്തലിൽ ഉറൂസ് നടക്കുമ്പോൾ ചിലര് പേരോടിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മത്സരിക്കാവുന്നു. ആ ചേളാരുണ്ടല്ലോ ഒരു തങ്ങള്, നേരത്തെ ഒരു നല്ല വിചാരമുള്ള തങ്ങളെ ഇന്ന്, പക്ഷേ പേരോടിൻ്റെ തൊട്ടു മുമ്പ് പ്രസംഗിക്കുന്നത് ജമലുല്ലൈലി തങ്ങളാണ്. ആ പേരോടിനൊന്ന് ഇഷ്ടപ്പെടുത്തണമല്ലോ. മഹാനായ പേരോടെന്ന് പറഞ്ഞാൽ പോരാ. ഉടനെ ഒരു പറയാ, ഇപ്പൊ പലരും മടവൂര് ശൈഖുനാക്ക് ഇല്ലാത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ തങ്ങളെ ആവശ്യമില്ലാത്തതിന് പോണ്? നിങ്ങൾ പറയുന്ന കുത്തുബുല്ലാലെന്നില്ലേ, അയാൾ പറയുമ്പോൾ കുത്തുബുല്ലാലം ചെയ്യാൻ വരില്ല എന്നാ പറയുന്നത്. അതന്നെ ഏറെ എന്നാണ് ഈ ഫുലാന്റെ വാദം. എന്നിട്ട് ബദരീങ്ങൾക്ക് സമാനപ്പെടുത്തി എന്നാ പറയുന്നത്. നോക്കൂ നിങ്ങൾ, അതാണ് ചാരിയാൽ ചാരിയത് മണക്കും. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തങ്ങളെ നിങ്ങളൊരു പക്ഷേ പോകുന്നത് AP ഉസ്താദിൻ്റെ കാലത്ത് ഇനി വേറെ എങ്ങോട്ടാ പോകാന്ന് കരുതി നിങ്ങൾ കൂടെ കൂടിയതായിരിക്കാം. അത് നമ്മളെ ടീമിലാ മൂപ്പരുണ്ടായിന്. പുറത്താക്കാണി പുറത്താക്കിക്കോട്ടെ, നമുക്ക് വന്നാ. അന്ന് നമ്മൾ ടീമായിരുന്നു മൂപ്പര്. അങ്ങനെ ചാരി 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 മൂപ്പരയിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കാം. പേരോടിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്ങൾക്ക് പറ്റിപ്പോയി, ഒരു സംഘടനയുടെ നാശം. ഏതോ ഒന്ന് രണ്ടാളുകളെ പ്രീതിപ്പെടുത്താൻ വലിയ വലിയ ഔലിയാക്കന്മാരെ തൊടുന്ന ഒരു കാലം. ഇവരെ പ്രീതിപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ? EK ഉസ്താദിനെ പോലെയുള്ള മഹത്തുക്കളുടെ വഴി വെടിഞ്ഞ് ഒരു മകനെയും ശിഷ്യനെയും പ്രീതിപ്പെടുത്തി മൂപ്പര് തന്നെ അടങ്ങാറുള്ള ആള് അല്ലേ? അവിടെയല്ലേ കഥകള്. എന്നിട്ട് എന്തിനാ നിങ്ങൾ ഈ മത്സരിക്കുന്നത്? ഒരു കാര്യം പറഞ്ഞേക്കാ, ആരെ പ്രീതിപ്പെടുത്താനാണ് ഞങ്ങൾ നോക്കില്ല. ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് പറഞ്ഞാൽ മറുപടി ഞങ്ങൾ പറഞ്ഞിരിക്കും. കൊണ്ടുവാ തങ്ങളെ, ആവശ്യമില്ലാത്ത ചെയ്താൽ മറുപടി കിട്ടും. കൊണ്ടുപോയാളെ. നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മഹാനായ പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണമാണ്. അള്ളാഹു തആല അവർക്കും ബഹുമാനപ്പെട്ട സി ഉസ്താദോടുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ നേതാക്കന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാട്ടെ. നമ്മളൊക്കെ മഹാനായ ശൈഖുന ഖുത്ബുൽ ആലം CM വലിയുള്ളാഹിൻ്റെ മഹത്തായ ഫൈല് പൊരുത്തം കിട്ടാൻ ആഗ്രഹിച്ച് വന്നവരാണ്. അള്ളാഹു തആല അവിടുത്തെ തർബിയത്തിന് നമ്മളെ അള്ളാഹു വളർത്തി ഈമാൻ കിട്ടി മരിക്കുന്ന മുഅ്മിനീങ്ങൾ അള്ളാഹു നമ്മൾക്ക് ഉൾപ്പെടുത്തി മാറട്ടെ. മഹാന്മാരുടെ മദ്ഹ് പറയുമ്പോൾ ഉള്ളതേ പറയാവൂ. ഇപ്പോൾ ഒരുപാട് ആളുകൾ മദ്ഹിൻ്റെ പേരിൽ പല വേണ്ടായ്മയും പറയുന്നുണ്ട്. ഇസ്ലാമെന്ന് പുറത്തു വന്ന മുർത്തദാകുന്ന വാക്കുകൾ പോലും മദ്ഹിൻ്റെ പേരിൽ പറഞ്ഞ് വലുതാക്കുന്നുണ്ട്. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റിയതല്ല. ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദർ 313 അസ്ഹാബുൽ ബദറിന് പതിന് ഞാൻ ഒരാളാണെന്നൊക്കെ പറയുമ്പോൾ അവനെ പറയുന്ന ആളുടെ ഈമാൻ എത്രമാത്രം ഈമാൻ പുറത്തു പോയിട്ടുണ്ടെന്ന് നമുക്ക് ആലോചിച്ച് അറിയാൻ കഴിയും. അപ്പം ഒന്നും അറിയാതെ പറയല്ലേ തങ്ങളെ, എന്താ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? ഒന്നും അറിയില്ല എന്നുള്ള അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് പറയുന്ന പൊതുസമൂഹത്തോടല്ലേ. എന്താ ഈ പറയുന്നത്? മടവൂർ ശൈഖുനയുടെ മദ്ഹ് പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് വരെ പുറത്തു പോകുന്ന മദ്ഹോട് ആരാ പറഞ്ഞ്? ഏതാണ് ആ മദ്ഹ്? മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞതാണോ? എടുക്ക് മൗലിദായി, ഞങ്ങളല്ല പറഞ്ഞേ, നിങ്ങളാ പറഞ്ഞ മുദബ്ബിറുൽ ആലമെന്ന്. മുദബ്ബിറുൽ ആലം എന്ന വാക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നതാണെങ്കിൽ ഞാൻ പറയട്ടെ, ആ വാക്ക് പറഞ്ഞതാരാ? നിങ്ങൾ എഴുതി വെച്ചതാണ്. ഖുത്ബുൽ ആലം എന്നുള്ള ബുക്ക് തന്നെ ഇറക്കിയ ടീമാ നിങ്ങൾ. അതിൽ പറഞ്ഞിട്ടില്ലേ ആ കാര്യങ്ങളൊക്കെ? ഒരാളും ഇവിടെ പറഞ്ഞിട്ടില്ല. മടവൂർ ശൈഖുനയുടെ മദ്ഹ് ഉള്ളതന്നെ പറഞ്ഞാൽ തീരോ? നിങ്ങൾക്ക് തോന്നിയതാണ്. ബദരീങ്ങളെ സ്ഥാനത്ത് ഞാനാണ്, ഇനി ബദരീങ്ങൾ വേണ്ടെന്നാണോ ആ പാട്ടിൽ പറഞ്ഞത്? തങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ടോ? ഒരു സംഘടനയുടെ ഗതി എന്നോ രണ്ടോ ആളുകളെ പ്രീതിപ്പെടുത്താൻ വലിയ വലിയ മശായിഖന്മാർക്കെതിരെ എന്തും വിളിച്ചു പറയും. ഓലെ പ്രീതിപ്പെടുത്താൻ ഏത് നേർച്ചയിലേക്കും ഇങ്ങനത്തെ ആളുകളൊക്കെ വിളിച്ചു കൊണ്ടുവരും. പേര് മടവൂർ ശൈഖുനയുടെ ഉറൂസും. എവിടേക്കാണ് ഈ പോക്ക്? എന്താ നിങ്ങൾ വിചാരിച്ചത്? ആ പാട്ടൊന്ന് കേട്ടു വെക്ക്. 13 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്.
ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ സംബന്ധിച്ച് എന്താണ് ആ പറഞ്ഞേ? 313 ബദരീങ്ങൾക്ക് പകരം മതി, ഞാൻ ഒറ്റക്ക് നിങ്ങൾക്ക് ഞാൻ മതി എന്നായി പറയുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ പ്രതിനിധിയായി വന്ന ആളാണ്. ഇതാപ്പ തെറ്റ്, ഇത് മുർത്തദ എന്ന വാക്ക. എന്നാല് മാലയിന്ന് പാടിക്കോളി. ഭൂമി തനത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാംബർ തമ്മൂടെ ആള് ഞാനെന്നോവർ. എന്താണ് അതിന്റെ അർത്ഥം? ഭൂമിയിൽ ദീന നടത്താൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പകരക്കാരനായി വന്ന ആളാണ് ഞാൻ. തെറ്റായിപ്പോയോ? ഞാൻ അള്ളാന്റെ റസൂലിന്റെ പ്രതിനിധിയാണ്, ബദരീങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ. നിങ്ങൾക്ക് ഞാൻ മതി. സംശയമുണ്ടോ? ബദരീങ്ങളോട് പറയുന്ന കാര്യം മടവൂര് ശൈഖുനയോട് പറഞ്ഞാൽ അത് ബദരീങ്ങളോട് പറഞ്ഞതിന് തുല്യമാണെന്ന് ലോകം തെളിയിച്ചതല്ലേ ഇവിടെ? എന്തുകൊണ്ട്? ബദരീങ്ങളുടെ ഖലീഫയാണ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു. അതിന്റെ അപ്പുറത്തേക്ക് എന്തിനാ ഞങ്ങൾ വായിക്കാൻ പോയത്? വലുതും ചെറുതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടോ? എന്നല്ല, മടവൂര് ശൈഖുന തന്നെ നിങ്ങൾ തന്നെ എഴുതി വെച്ചല്ലേ ഇതില്. 200-ലേറെ മശായിഖന്മാർക്ക് ഫാത്തിഹോദനെ അടുത്തുനിന്ന് ശൈഖുന തന്നെ ഇറങ്ങി വന്നിട്ട് ചില പേരുകൾ പറഞ്ഞു. ഇനി ഇത് മതി. ഇതെല്ലാത്തിനും അവസാനമായിട്ട് പറഞ്ഞു, ലാസ്റ്റ് ഒരു ഫാത്തിഹ വിളിക്ക. ഇലാ ഹദറത്തി ഖുതുബിൽ ആലം റഈസി സാഹിദീൻ മശാരിഖിൽ അർളി ഇലാ മഗാരിബിഹ ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ വലിയുല്ലാഹിൽ മടവൂരി എന്ന് പറഞ്ഞാൽ അത് മതി എന്ന് പഠിപ്പിച്ച ആളല്ലേ ഷെയ്ഖ് മടവൂര്? അത് രേഖപ്പെടുത്തിയത് നിങ്ങളല്ലേ? അത് ശൈഖുന പറഞ്ഞ കലാമായിട്ടല്ലേ ഉദ്ധരിച്ചത്? ശൈഖുന പറഞ്ഞ കലാമിനെ എങ്ങനെയാവും നിങ്ങൾ അതിനെ ഉൾക്കൊള്ളേണ്ടത്? വജ്ജിഹി കലാമൽ ഖൗമി ഗൈറ മുഖത്തി. നിങ്ങളെ നാശം ഈ 2-3 വ്യക്തികളെ അവരെന്തെങ്കിലും ഒരു പ്രസാദം കിട്ടണം, അവരെ ഒരു ബറക്കത്ത് കിട്ടണം. ആ സാധനം നിങ്ങൾക്ക് ഇല്ലേനും. അതിനുവേണ്ടി ഇവലിങ്ങനെ മത്സരിക്കണ ഒരു കാലം. അള്ളാഹു നമ്മളെ കാത്തത് എത്ര നിഅമത്താണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 1-2 ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന തന്നെ ആത്മഹത്യ ചെയ്യാം.